സ്ക്വയർ ഡിസൈൻ ചെയ്തിട്ട് അതൊക്കെ ജോയിൻ്റ് ആക്കിയിട്ട് ഒരു മാറ്റ് മാതിരി ഉണ്ടാക്കിയെടുത്തതാണ്. ഈ മാറ്റ് കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ മാറ്റ് ഇഷ്ടപ്പെട്ട് ജോയിൻ്റ് ആവുന്ന വിധം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, അത് ചെയ്യുക. അപ്പോൾ ഈ മാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കി ജോയിൻ്റ് ആക്കുക എന്നുള്ള വിധം കാണിച്ചത്. ഞാൻ സ്ക്വയർ ഡിസൈനിൽ ചെയ്തെടുത്ത ഡിസൈൻസാണ് ഇതൊക്കെ. പല വിധത്തിലുള്ള ഡിസൈനുകളും ചെയ്ത് നൂലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേറൊരു ഡിസൈനാണിത്. വേറെ ഒന്ന്. ഇതെങ്ങനെയാണ് ജോയിൻ്റ് ആക്കുക, അതിൻ്റെ ഓരോന്നായിട്ട് ജോയിൻ്റ് ആക്കുന്ന വിധമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതേമാതിരി. അപ്പോൾ ജോയിൻ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന കളർ നൂല് മഞ്ഞ കളറുള്ള നൂല് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ജോയിൻ്റ് ആക്കാൻ നോക്കാം. ഈ പച്ചയും ഇതും തമ്മിൽ ജോയിൻ്റ് ആക്കാം ആദ്യം. അങ്ങനെ എടുത്തിട്ട് ഈ അറ്റത്ത് നൂലുണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഈ നമ്മൾ സ്ക്വയർ എടുത്ത് വെച്ച് എന്താണ് ഡബിൾ ക്രോഷേ ചെയ്ത് വെച്ചതിൻ്റെ ഒരു ചെയിന് വരില്ല. അതിൻ്റെ മുകളിൽ മേലെ താഴെയായിട്ട് 2 നൂല് വരില്ല. അതിൻ്റെ അടിയിലത്തെ നൂലെടുത്താൽ മതി. ഇതത് ഞാൻ ചെയ്ത് ജോയിൻ്റ് ആക്കി. ഈ മഞ്ഞ നൂലുണ്ട്. അപ്പോൾ ഈ ഡബിൾ ക്രോഷേ വരുന്ന ഈ ഭാഗത്തുള്ള നൂലെടുത്താൽ മതി. ഇതവിടെ അങ്ങനെ എടുക്കുക. ഈ ജോയിൻ്റ് എടുക്കണം. അവിടെ കണ്ട നമ്മളെ ഇത് കൊടുത്തിട്ടില്ല, അവിടെ എടുത്താൽ മതി. എടുത്തിട്ട് ഈ അടിയിലത്തെ എടുക്കുക. അതേമാതിരി ഇതിൻ്റെ ജോയിൻ്റ് എടുക്കുക. കണ്ട ഇവിടെ അങ്ങനെയാണ് വരുന്നത്. ജോയിൻ്റ് എടുത്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ജോയിൻ്റ് ആക്കി കൊടുക്കുക. കണ്ട ഇതേമാതിരി സിംഗിൾ ക്രോഷേ കൊടുത്തിട്ടാണ് ഞാൻ ജോയിൻ്റ് ആക്കി എടുക്കുന്നത്. അതേപടി എടുക്കുക. അതേമാതിരി എടുത്തിട്ട് ഇതിൻ്റെ എൻഡിലുള്ള ഒന്നിൻ്റെ മുകളിലെടുത്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക. ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. കണ്ടോ ഇതേമാതിരി വരുമ്പോഴത് ഈ അറ്റത്തുള്ള എടുത്തിട്ട് ഇതിൻ്റെ ഈ അറ്റത്തുള്ള കൊടുക്കുക. ഇതേമാതിരി ഇതിൻ്റെ സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്താൽ മതി. ഈ അറ്റം അപ്പം അതവിടെ അതേമാതിരി ഉണ്ടാവും കാണുന്ന സമയത്ത്. അങ്ങനെ അതേമാതിരി ചെയ്തെടുക്കുക. രണ്ട് ഭാഗത്തിൻ്റെ ഓരോന്ന് വീതം എടുത്താൽ സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 സൈഡും കൂടെ എടുക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. ഒറ്റയൊന്ന് എടുത്താൽ മതി. ഇവിടുത്തെ ഒന്നിൻ്റെ ഒരു ഭാഗത്തും എടുക്കുക, മറ്റേ ഭാഗത്ത് ഓരോന്ന് വീതം എടുത്താൽ മതി. ഈ അറ്റം വരെ ഇതേമാതിരി ചെയ്തെടുക്കണം. ആ നൂലിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോട്ടെ വിചാരിച്ചിട്ട്.
കാണുന്നുണ്ടല്ലോ. ഇതെവിടെ വരെ എത്തി. നമുക്ക് അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇവിടെ ലോക്ക് ഇട്ടില്ലെങ്കിൽ അഴിഞ്ഞു പോകും. അപ്പം അതവിടെ അങ്ങനെ വന്നത് ജോയിൻ്റ് ആക്കി വരുന്നത് ഇതേമാതിരി വന്നു. അടുത്ത ഇവിടെ ജോയിൻ്റ് ആക്കിയിട്ട് അവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. അടുത്ത ഈ കളർ കൊണ്ട് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അത് കൈ മഞ്ഞ നൂലെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചാൽ ഈ ഭാഗം എടുക്കണേ. എടുത്തിട്ട് ഇവിടെ ഇതേമാതിരി ഉണ്ടാവും. അതിൻ്റെ മുകളിൽ പുറത്ത് കൊടുക്കുക. ഇതേമാതിരി തന്നെ ആദ്യം ചെയ്ത മാതിരി തന്നെ ചെയ്തെടുക്കുക. കണ്ടോ, ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ ഒറ്റ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം എടുത്താൽ അതൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കണം. ഇവിടുത്തെ അടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കുക. ഇത് കാണിച്ചു തരാം. ഇതവിടെ അതേമാതിരി ഞാൻ ജോയിൻ്റ് ആക്കി എടുത്തു. ഇനി അടുത്തത് അവിടെ അങ്ങനെ ഈ ഭാഗത്ത് ജോയിൻ്റ് ആക്കിയത്, ഈ ഭാഗത്ത് ജോയിൻ്റ് ആക്കി നിർത്താം. ഈ കളറൊന്നുമില്ല, ഈ കളർ വെക്കാനേ ഇതൊക്കെ എടുക്കണം. മഞ്ഞേനെ കൊണ്ട് തന്നെ എല്ലാം മഞ്ഞേനെ കൊണ്ട് തന്നെയാണ് ജോയിൻ്റ് ആക്കുന്നത്. ഇവിടുത്തെ ഈ 2 ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് വരും നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ അവിടെ എടുക്കുക. സിംഗിൾ ക്രോഷ്യേയിൽ ജോയിൻ്റ് ആക്കിയത്. നേരത്തെ ചെയ്ത മാതിരി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം ഈ ഒരു ലൈനിൽ 4
ഇത് 4 സ്ക്വയർ ഡിസൈൻസ് ജോയിൻ ആക്കുക. ഇതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കുക. ഈ അറ്റം വരെ ചെയ്തെടുക്കുക. അതേമാതിരി നീളത്തിൽ ഞാൻ ഓരോ ഡിസൈൻ ജോയിൻ്റ് ആക്കി എടുത്തത് എടുത്ത്. അപ്പം അതേമാതിരി ഉണ്ട്. ഇതേമാതിരി ഞാൻ വേറെ ഡിസൈൻസ് അതേമാതിരി ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ട 4 എണ്ണം വെച്ചിട്ടാണ് ജോയിൻ്റ് ആക്കി എടുത്തത്. വേറെ ഒന്നും കൂടെ അതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എല്ലാം കൂടെ ഇങ്ങനെ ജോയിൻ്റ് ആക്കാം. ഇവിടെ ഇതേമാതിരി രണ്ടും കൂടെ ഇതേമാതിരി ജോയിൻ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ മഞ്ഞ നൂലുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്ക്വയർ ഡിസൈൻ വരും ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെടുക്കുക. അങ്ങനെ 2 എണ്ണം ചെയ്ത് വെച്ച 2 എണ്ണം എടുത്തിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇതേമാതിരി ക്രോസ് വരുന്നുണ്ടല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ക്രോസ് ഇവിടുത്തെ ഇതേമാതിരി ക്രോസ് എടുക്കുക. അല്ലേ, അത് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് തന്നെയാണ് ജോയിൻ്റ് ആക്കുക. 2 അറ്റത്തു നിന്ന് എടുത്തിട്ട് ഓരോന്നിൻ്റെ അകത്തും ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ. അപ്പോൾ നല്ല 3 കൂടെ ജോയിൻ ആക്കുന്ന സമയത്ത് വലിയൊരു സ്ക്വയർ മാതിരി ഒരിത് കിട്ടും, ഒരു മാറ്റ് മാതിരി കിട്ടുന്നത്. ഇതേമാതിരി ജോയിൻ്റ് ആക്കി കൊടുക്കുക. അതേമാതിരി ജോയിൻ്റ് ആക്കുക. അപ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ജോയിൻ്റ് ആക്കി വരുമ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാൻ. ഈ അറ്റം വരെ ഇതേമാതിരി ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഈ അറ്റം വരെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഈ അറ്റം അതുവരെ ജോയിൻ്റ് ആക്കി കൊടുക്കണം. വരെ ജോയിൻ്റ് ആക്കി കാണും. അപ്പോൾ ഞാനത് നീളത്തിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടോ, ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട് നീളത്തിൽ ജോയിൻ ചെയ്ത സമയത്ത്. ഇനി അടുത്ത ഇത് അതേമാതിരിയുള്ള ഈ പീസ് ഇതേമാതിരി ഞാൻ തയ്ച്ചെടുത്ത ഭാഗം ഇതിനോട് ഇവിടെ ജോയിൻ്റ് ആക്കിയ മാതിരി തന്നെ ജോയിൻ്റ് ആക്കി കൊടുക്കും. നമ്മൾ ഈ 4 ഇതത് ജോയിൻ്റ് ആക്കി കണ്ടത് ഇതേമാതിരി ഈ പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് 4 എണ്ണം ഇത് ഇതിനോട് കൂടി ജോയിൻ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ മഞ്ഞ നൂല് തന്നെ എടുത്താൽ മതി. ഈ മഞ്ഞ നൂലെടുത്തിട്ട് ഇത് അവിടെ അങ്ങനെ എടുക്കുന്നുണ്ട്. ഈ ജോയിൻ്റ് ആക്കാൻ എടുക്കുന്ന ഈ മഞ്ഞ കളറുള്ള നൂലാണല്ലോ.
ഇവിടുത്തെ ഇതെടുക്കുക. ഇവിടുത്തെ ഈ വക്കത്തുള്ളത് എടുക്കുക. ഇതും ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുത്ത് അതും ചേർക്കുക. ഇതുമാതിരി സിംഗിൾ ക്രോഷേ ചെയ്ത് ജോയിൻ്റ് ആക്കി. സിംഗിൾ ക്രോഷേ കൊടുത്ത് ജോയിൻ്റ് ആക്കും. ഇതിന് അതേമാതിരി ഈ അറ്റം വരെ നമ്മൾ ചെയ്തെടുത്ത ഈ അറ്റം വരെ ജോയിൻ്റ് ആക്കി കൊടുക്കണം. എന്നാൽ ഇത് ഇതിനോടുകൂടി ജോയിൻ്റ് ആയിക്കൊള്ളുന്നു. അതേമാതിരി ഈ അറ്റം വരെ ഞാൻ ജോയിൻ്റ് ആക്കി എടുത്തു. എന്താ അപ്പം അതിൻ്റെ വർക്ക് കഴിഞ്ഞു. കാണാനായിട്ട് അതേമാതിരി ഉണ്ടാവും. കാണാൻ ഈ മാറ്റ് ഞാൻ